ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ 2025 ലോട്ടറി എന്നുള്ള ആ മഹാഭാഗ്യം തേടിയെത്തുവാൻ സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. ഹൈന്ദവ വിശ്വാസത്തിൽ ജ്യോതിഷത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അയാളുടെ ജനന സമയം, ഗ്രഹനില, നക്ഷത്രം എന്നിവ അടിസ്ഥാനമാക്കി അയാളുടെ ജീവിതത്തെക്കുറിച്ച് അറിയുവാൻ ജ്യോതിഷത്തിന് സാധിക്കുന്നതാണ്. എല്ലാ ഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ രാശി മാറുന്നു എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അതുപ്രകാരം ഗ്രഹങ്ങളുടെ ഈ മാറ്റത്തെയാണ് സംക്രമണം എന്നും വിശേഷിക്കപ്പെടുന്നത്. ഗ്രഹങ്ങളുടെ സംക്രമണം എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കും. അതനുസരിച്ച് ചിലർക്ക് സന്തോഷം തരുന്ന വാർത്തകളും ചിലർക്ക് ദുഃഖങ്ങൾ തരുന്ന വാർത്തകളും തേടിയെത്തുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ലോട്ടറി മാത്രമല്ല, മഹാഭാഗ്യങ്ങൾ പോലുള്ള സമ്മാനങ്ങൾ തേടിയെത്തുന്ന ആ ഒരു 5 നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് കാണാം. ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സമയമാണ് ഈ 2025 എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ കാലയളവിൽ അവർ ജീവിതത്തിൽ അനുഭവിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അത്രയും സങ്കടങ്ങളും ദുഃഖങ്ങളും, അതുപോലെ തന്നെ വിശ്വസിച്ചവർ അവർക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രശ്നത്തിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ 2025 എന്ന് പറയുന്നത്. ഈ 2025 മഹാഭാഗ്യമായ ലോട്ടറി ഭാഗ്യം ഇവരെ തേടിയെത്തുന്നതായിരിക്കും. ലോട്ടറി ഭാഗ്യം മാത്രമല്ല, സമ്മാനങ്ങൾ, അതായത് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഇവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വേറെ ആർക്കെങ്കിലും ലോട്ടറി എടുത്തു കൊടുക്കുകയാണെങ്കിലും കൂടി അവർക്കും ഈ ഭാഗ്യം വന്നു ചേരും. പൊതുവെ പറയുകയാണെങ്കിൽ മകീരം നക്ഷത്രക്കാർ ഈ വർഷം എന്തായാലും അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനായി നിങ്ങൾക്ക് ധനവരവ് വർദ്ധിക്കും. അത് ഏത് വിധേനയാണെങ്കിലും, ഒരു പക്ഷേ തൊഴിൽ തടസ്സങ്ങൾ മാറി മഹാഭാഗ്യം വന്നു ചേരും, അല്ലെങ്കിൽ പുതിയതായി ഒരു തൊഴിൽ തുടങ്ങി അതിലൂടെ അവർക്കൊരു നേട്ടങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഭാഗ്യദേവത എന്ന് പറയുന്ന ആ ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് വന്നു ചേരും, ഞങ്ങൾ വെറുതെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യതയില്ല. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കനുസരിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ട സൗഭാഗ്യങ്ങൾ തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമതായി നമ്മൾ കാണുവാൻ പോകുന്ന ആ മഹാഭാഗ്യ നക്ഷത്രക്കാരാരാണെന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ നമ്മുടെ ആ വർഷഫലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ഇപ്രാവശ്യം അവർക്ക് ജീവിതത്തിൽ ധനയോഗം ഉണ്ടാകുവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ച നക്ഷത്രക്കാരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകൾ പോലും സമ്പത്തിൻ്റെ പേരിൽ നിന്നും നമ്മളെ പിരിഞ്ഞു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. ചില സമയങ്ങളിൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അതിൽ വീട്ടിൽ നിന്നും തന്നെ വളരെയധികം കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളെല്ലാം കഴിഞ്ഞു. ഈ 2025 നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കുമെന്നാണ് പറയുന്നത്. ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ പൂർണ്ണ പിന്തുണ നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ലോട്ടറി പോലുള്ള മഹാഭാഗ്യങ്ങളിൽ ഒന്ന് പരീക്ഷണം ചെയ്യുവാനായിട്ട് പറയുന്നത്. ഇപ്രാവശ്യം നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ലോട്ടറി എടുക്കുക. നിങ്ങൾക്ക് സമ്മാനം ഉറപ്പാണ്. ഇനി മൂന്നാമതായി നമ്മൾ കാണുവാൻ പോകുന്ന ആ നക്ഷത്രക്കാരാരാണെന്ന് കാണാം. കർക്കിടക രാശിയിൽപ്പെടുന്ന ആയില്യം നക്ഷത്രക്കാർക്ക്. ആയില്യം നക്ഷത്രക്കാർക്ക് ഇതുവരെയും അഷ്ടമശനി ഉള്ളതിനാൽ അവർക്ക് എത്ര സമ്പാദിച്ചാലും 1 രൂപ പോലും തങ്ങി നിൽക്കുന്നില്ല. നമുക്ക് വരവിന് ഇരട്ടിയായിട്ടുള്ള ചിലവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വസ്ഥത എന്നുള്ളത് ഒന്ന് അവരുടെ ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർ ഒന്നോർക്കുക. ഇനി നിങ്ങൾക്ക് മഹാഭാഗ്യത്തിൻ്റെ നാളുകൾ. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഏതാണെങ്കിലും അവരെ മുറുകെ പിടിച്ചോളൂ. അവർ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. മാത്രമല്ല, ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുവാനായി ഈ 2025 വർഷം അവസാനിക്കുന്നതിന് മുന്നേ ഒരു തവണ നിങ്ങൾ തിരുപ്പതി ദർശനം നടത്തി വരിക. തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ താഴെ നിന്നും മുകളിലേക്ക് നടന്നു പോവുക. കാരണം ചന്ദ്രഭഗവാന്റെ ആധിക്യം കൂടുതലുള്ള സ്ഥലമായ നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വരുവാൻ പോകുന്ന ആ മഹാഭാഗ്യങ്ങൾ തെളിഞ്ഞു കാണുമെന്നാണ് പറയുന്നത്. ചില തടസ്സങ്ങൾ ഉണ്ടാകും. ആ തടസ്സങ്ങളെ മറികടക്കുവാനായാണ് ഞാൻ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുവാനായിട്ട് പറയുന്നത്. ഇനി നാലാമതായി നമ്മൾ കാണുവാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും ഈ വരുന്ന 2025
മെയ് മാസം മുതൽക്ക് ഡിസംബർ മാസം വരെയും വളരെ നല്ല സമയമാണ്. അതിനാൽ നിങ്ങൾക്ക് ബമ്പർ പോലുള്ള ലോട്ടറികളെല്ലാം എടുക്കാവുന്നതാണ്. ഇവർക്ക് ജീവിതത്തിലെ എല്ലാ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെയും ഇല്ലാതാക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2025 എന്ന് പറയുന്നത്. അതുമാത്രമല്ല, സന്തോഷകരമായ വാർത്തകളെല്ലാം തന്നെ അവരെ തേടി വരും. കൂടാതെ അവർക്ക് അപ്രതീക്ഷിതമായ ധനയോഗം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ തൊഴിൽ ഉയർച്ചയിലേക്ക് വരും. തൊഴിൽ ഉയർച്ചയിലേക്ക് വരുമ്പോൾ സാധാരണ നമുക്ക് എന്താണ്, പണവരവ് വർദ്ധിക്കും. ഈ പണവരവിലൂടെ നമുക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും. ഇതിനെയാണ് ഞാൻ മഹാഭാഗ്യം എന്ന് പറയുന്നത്. അതുപോലെ കഴിയുമെങ്കിൽ നിങ്ങളൊരു ലോട്ടറി എടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ലോട്ടറി എടുത്തു നോക്കുക. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം കൈവിടാതെ ആ മഹാഭാഗ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി അഞ്ചാമതായി നമ്മൾ കാണുവാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 2025 ഉള്ള ജോലിയും പോലും നഷ്ടപ്പെട്ട് വളരെയധികം ദുഃഖിതരായിരുന്ന ഒരു ആൾക്കാരാണ് ഭരണി നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ ഭാര്യയുടെ ജോലി പോകും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി പോകും എന്നെല്ലാം പറഞ്ഞ് വിഷമത്തിൽ ഒരുപാട് ദുഃഖകരമായ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ആളുകളാണ് ഈ ഭരണി നക്ഷത്രക്കാർ എന്ന് പറയുന്നത്. പക്ഷേ ഈ 2025 അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്ന ഒരു ജോലി അവർക്ക് ലഭിക്കും. മാത്രമല്ല, ആ ഉയർന്ന ജോലിയിലൂടെ അവർക്ക് ഉയർന്ന ധനവരവ്, ശമ്പളവും ഉണ്ടാകും. കൂടാതെ തന്നെ മഹാഭാഗ്യങ്ങൾ തേടിയെത്തും. അതുപോലെ തന്നെ സമ്മാനങ്ങളുടെ പെരുമഴയായിരിക്കും ഈ 2025 ഭരണി നക്ഷത്രക്കാരെ തേടി വരുന്നത്. നിങ്ങൾ വിശ്വസിക്കേണ്ട ദൈവം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നിങ്ങളുടെ കുലദൈവം തന്നെയാണ്. കുലദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും വിജയത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5 നക്ഷത്രക്കാരും ഞങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ട് എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളെ തേടി ലോട്ടറി ഭാഗ്യം വരില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ട വഴിപാടുകൾ, പൂജകൾ, കർമ്മങ്ങൾ എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു വിധത്തിൽ തടസ്സം വരുന്നു എന്ന് കണ്ടാൽ ഈ നമ്മൾ ചെയ്യുന്ന പൂജകളും വഴിപാടുകളും മുഖാന്തരം ആ തടസ്സങ്ങളെല്ലാം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇനി ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാ കാര്യത്തിലും അധികമായിട്ടുള്ള സ്വാതന്ത്ര്യം എടുക്കാതിരിക്കുക. കാരണം നിങ്ങളോടൊപ്പമുള്ളവരെ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ 2024 തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്നെല്ലാം തന്നെ. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് കണ്ടും വേണം നമ്മൾ സംസാരിക്കുവാനായിട്ട്. ഇനി നിങ്ങൾ എപ്പോഴും ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്ന് കാണാം. നിത്യവും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഓം ശ്രീ മഹാലക്ഷ്മി ദേവ്യൈ നമോ നമ, ഓം ശ്രീ മഹാലക്ഷ്മി ദേവ്യൈ നമോ നമ, ഓം ശ്രീ മഹാലക്ഷ്മി ദേവ്യൈ നമോ നമ എന്നുള്ള മന്ത്രം ദിവസവും കുറഞ്ഞത് 21 തവണ ചൊല്ലി വരികയാണെങ്കിൽ നിങ്ങളെ തേടിയുള്ള ആ മഹാഭാഗ്യം പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ ഈ വർഷത്തിൽ വരുന്ന നിങ്ങളുടെ പിറന്നാൾ ദിവസത്തിൽ നിങ്ങൾ 11 പേർക്ക് അന്നം ദാനമായി കൊടുക്കുന്നതും നിങ്ങളുടെ ഭാഗ്യം തടസ്സമില്ലാതെ നിങ്ങളിലേക്ക് എത്തുവാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ. ഓം നമോ വെങ്കടേശായ നമഃ.